ഇന്നത്തെ വചനചിന്തയ്ക്കായി 1 കൊരിന്ത്യർ 13:13. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിന് എത്ര പ്രാധാന്യമുണ്ടെന്ന് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യർ 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ അധ്യായമാണെന്ന് സാധാരണ പറയപ്പെടുന്നുണ്ട്. 13-ാം അധ്യായത്തിൽ ദ വേ ഓഫ് ലവ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ മാർഗ്ഗമാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. 1 കൊരിന്ത്യർ 12-14 അധ്യായത്തിൽ കൃപാവരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ 13-ൽ ഈ കൃപാവരങ്ങൾ ഫലപ്രദമാകുവാൻ അല്ലെങ്കിൽ അതിന് ആവശ്യമായിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്നത് സ്നേഹമാണ്. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു എന്നാണ്. അതിനൊരു വലിയൊരു എക്സാമ്പിൾ നമുക്ക് ബൈബിളിൽ തന്നെ കാണുവാൻ സാധിക്കും. അബ്രഹാം ലോത്തിനോടുള്ള ബന്ധത്തിൽ ലോത്ത് കാണിച്ച കുറ്റങ്ങളും കുറവുകളും അബ്രഹാം ക്ഷമിച്ചു. ഒരു അപകടം ഉണ്ടായപ്പോൾ അബ്രഹാം ദയ കാണിക്കുകയും അബ്രഹാം ലോത്തിനെ സഹായിക്കുവാനായിട്ട് പോകുന്നത് നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. അതുപോലെ യോസേഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും ചെയ്ത സഹോദരന്മാരോട് ക്ഷമിക്കുക മാത്രമല്ല താൻ ദയ കാണിക്കുകയും ചെയ്തു. ഇതെല്ലാം സ്നേഹം ഉള്ളതുകൊണ്ടാണ്. ആ ഒരു മനോഭാവമാണ് ദൈവമക്കളായ നമുക്കും വേണ്ടത്. സ്നേഹം സത്യത്തിൽ സന്തോഷിക്കുന്നു, സത്യമായത് മുറുകെ പിടിക്കുന്നു. ഈ ഒരു മനോഭാവം സ്നേഹത്തിലൂടെ നമുക്ക് ലഭിക്കും. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അവരുടെ സന്തോഷത്തിൽ നാം അസൂയപ്പെടാതെ അവരെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുകയും അവരുടെ സന്തോഷത്തിൽ നാം പങ്കുചേരുകയും ചെയ്യണം. ഇതെല്ലാം സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഏറ്റവും വലിയൊരു എക്സാമ്പിളായി നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അവൻ ലോകത്തെ സ്നേഹിച്ചു. തെറ്റായ പാതയിലൂടെ സഞ്ചരിച്ച നമ്മളെ, ഒന്നിനും യോഗ്യതയില്ലാതെ അയോഗ്യരായി നടന്നിരുന്ന നമ്മളെ, പാപികളായിരുന്ന നമ്മളെ തൻ്റെ സ്നേഹത്താൽ നമ്മെ വീണ്ടെടുത്തു. ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ആകുവാൻ സ്വയം യാഗമായി മാറി. ഇതെല്ലാം ദൈവം തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. മത്തായി 22:37 വായിക്കുന്നത് പോലെ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അതുപോലെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്നേഹിക്കാം. അതുപോലെ നമുക്ക് അന്യോന്യം സ്നേഹിക്കാനും ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ.